നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കോട്ടയത്ത് 3 മുന്നണികളും പങ്കെടുത്ത മുഖാമുഖം. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടത് വലത് മുന്നണികൾ. മോഡി ഗ്യാരണ്ടി ചർച്ചയാകുമെന്ന് ബിജെപി. കേന്ദ്ര സർക്കാരിന്റെ വ്യാപാരദ്രോഹ നയങ്ങൾ തിരുത്തണമെന്നാവശ്യം. ചില്ലറ വ്യാപാര മേഖലയെ തകർക്കുന്നു. കേരള വ്യാപാരി വ്യവസായി സമിതി കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. ജൽജീവൻ മിഷൻ പാറത്തോട് ശുദ്ധജല വിതരണ പദ്ധതി നിർമ്മാണ ഉദ്ഘാടനം ശനിയാഴ്ച. 6200 കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ ഭരണത്തിൽ അവകാശപ്പെടുന്ന നേട്ടങ്ങൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി AV റസൽ. മനുഷ്യന്റെ ഹൃദയത്തിലാണ് കോൺഗ്രസിന്റെ സ്ഥാനമെന്ന് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്. മോഡി ഗ്യാരണ്ടി തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ. കോട്ടയം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇവർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോട്ടയം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മുഖാമുഖം സംവാദ പരിപാടി നടന്നു. CPM ജില്ലാ സെക്രട്ടറി AV റസൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാട്ടകം സുരേഷ്, BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ എന്നിവരാണ് സംവാദ പരിപാടിയിൽ പങ്കെടുത്തത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യം ഇന്ത്യയാണെന്ന് AV റസൽ പറഞ്ഞു. അവകാശപ്പെടുന്ന നേട്ടങ്ങൾ വസ്തുതയും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല. നവലിബറൽ നയങ്ങളുടെ സൗകര്യങ്ങൾ പേറി നേട്ടമുണ്ടാക്കിയത് കോർപ്പറേറ്റുകളാണെന്നും AV റസൽ കൂട്ടിച്ചേർത്തു. ഈ വർഷത്തെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഈ 12,000 കോടി രൂപ, 8,500 കോടി തിരിച്ചടച്ചത് പോലും കണക്കാക്കിയിട്ട് 12,000 കോടി രൂപയിൽ ഉൾപ്പെടുത്തി കേരളത്തിന്റെ കടത്തിന്റെ കടം നിഷേധിച്ചു. വായ്പ എടുക്കണം. പക്ഷേ നമ്മൾ വോട്ട് ചെയ്യാൻ കഴിയാവും. അങ്ങനത്തെ സാമൂഹ്യ സുരക്ഷയുടെ ചില കാര്യങ്ങൾ, ചില പ്രയാസങ്ങളുള്ളവർക്ക് അതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് സംശയം. ഈ ഗവൺമെന്റ് നന്നായി തന്നെ കേരളത്തിന്റെ വികസനത്തിന് ലക്ഷ്യമിട്ട് ഒരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുകയാണ്. 25 വർഷക്കാലം കൊണ്ട് കേരളത്തെ ലോകോത്തര നിലവാരത്തിൽ അമേരിക്കയോടൊപ്പമോ അതുപോലെ ചൈനയോടൊപ്പമോ റഷ്യയോടൊപ്പമോ ജർമ്മനിയോടൊപ്പമോ തന്നെ, പക്ഷെ ലോകത്തിലെ മധ്യവരുമാന രാജ്യങ്ങളോടൊപ്പം, സിംഗപ്പൂർ പോലുള്ള മധ്യവരുമാന രാജ്യങ്ങളോടൊപ്പം കേരളത്തെ എത്തിക്കുന്നതിനുള്ള ഒരു ദീർഘകാല വികസന പരിപ്രേക്ഷ്യവുമാണ് ഗോഡ്സെയുടെ രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവിടെ നടത്തുന്നതെന്ന് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് കുറ്റപ്പെടുത്തി. വർഗീയതയ്ക്കെതിരെയുള്ള വിധിയെഴുത്താവണം തെരഞ്ഞെടുപ്പെന്നും രാജ്യത്തെ മനുഷ്യന്റെ ഹൃദയത്തിലാണ് കോൺഗ്രസിന്റെ സ്ഥാനമെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും വിലയിരുത്തും. ഈ രണ്ട് സർക്കാരുകളെ തമ്മിലുള്ള വിലയിരുത്തലും ചർച്ചയും തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. സമസ്ത മേഖലയിലും വികസനമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പറഞ്ഞു. മോഡി ഗ്യാരണ്ടി ചർച്ചാ വിഷയമാകുമെന്നും ലിജിൻ ലാൽ കൂട്ടിച്ചേർത്തു. ഇവിടെ ഞങ്ങള് മുന്നോട്ട് വയ്ക്കുന്നത് വികസന രാഷ്ട്രീയമാണ്. വികസന യാഥാർത്ഥ്യമാക്കിയ നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള വ്യാപാരി വ്യവസായി സമിതി കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചില്ലറ വ്യാപാര മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വ്യാപാരദ്രോഹ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത്. ചില്ലറ വ്യാപാര മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വ്യാപാരദ്രോഹ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് മാർച്ച് നടത്തി. തിരുനക്കരയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് കവാടത്തിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും. ഓൺലൈൻ വ്യാപാര ശൃംഖലകളെ അമിതമായി പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര നയം തിരുത്തുക, വ്യാപാരമാന്ദ്യത്തിന് ഉചിതമായ ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. കോട്ടയം മാമൻ മാപ്പിള ഹാളിന് സമീപത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി വ്യാപാരികൾ അണിനിരന്നു. സംസ്ഥാന സെക്രട്ടറി ES ബിജു സമരം ഉദ്ഘാടനം ചെയ്തു. GST നടപ്പിലാക്കിയപ്പോൾ രാജ്യത്തെ കച്ചവടക്കാർ, ബഹുജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അതിനെ കണ്ടിരുന്നു. ഒരു രാജ്യം ഒരു നികുതി ഒറ്റ കമ്പോളം എന്ന നിലയിലുള്ള പ്രഖ്യാപനം അന്നത്തെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞപ്പോ രാജ്യത്തെ എല്ലാ മേഖലയിലും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ആളുകൾ ഒരേ നികുതി കൊടുത്താൽ മതിയല്ലോ എന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ GST നടപ്പിലാക്കിയപ്പോ 4 ഘടനകളായി അതിന്റെ നികുതി സമ്പ്രദായത്തെ വികേന്ദ്രീകരിക്കപ്പെട്ടപ്പോ ചെറുകിട കച്ചവടക്കാർക്ക്, ചെറുകിട വ്യവസായികൾക്ക് വല്ലാത്ത പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് രൂഢമൂലമായി. സെക്രട്ടറി ജോജി ജോസഫ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാറത്തോട് ഗ്രാമപഞ്ചായത്തിൽ 6200 കുടുംബങ്ങളിൽ ശുദ്ധജലം എത്തിക്കുന്ന ജലജീവൻ മിഷൻ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ശനിയാഴ്ച നടക്കും. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും.
സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പാറത്തോട് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ശുദ്ധജല വിതരണ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം 10-ാം തീയതി നടക്കും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷനായിരിക്കും. 65 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമായിട്ടുള്ള ഈ പദ്ധതി ജലസ്രോതസ്, ശുദ്ധീകരണശാല, പമ്പ് ഹൌസുകൾ, പമ്പിംഗ് മെയിൻ പൈപ്പുകൾ, വിതരണ പൈപ്പുകൾ തുടങ്ങിയ ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തി സിംഗിൾ പാക്കേജിൽ വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സാങ്കേതിക അനുമതി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. മണിമലയാറിന്റെ തീരത്ത് വലിയ കയത്ത് 6 മീറ്റർ വ്യാസമുള്ള വെൽക്കം പമ്പ് ഹൌസ്, കൂരംതൂക്കിൽ 6 ദശലക്ഷം സംഭരണശേഷിയുള്ള ജലശുദ്ധീകരണശാല, കൂരംതൂക്കിൽ 8 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണി, നാടുകാണിയിൽ 2 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണി, ചിറഭാഗത്ത് 5.75 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണി, പാലപ്പറ കട്ടക്കൽ ഭാഗത്ത് 2 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണി, പാലപ്പുറ ടോപ്പിൽ 2 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണി, 132.44 കിലോമീറ്റർ നീളമുള്ള വിതരണ ശൃംഖല, 13.99 കിലോമീറ്റർ നീളത്തിൽ പമ്പിംഗ് ലൈനുകൾ എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുന്ന ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം 2024 ഫെബ്രുവരി മാസം 10-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് സെൻറ് ഡൊമിനിക്സ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന മഹാസമ്മേളനത്തിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. പൂഞ്ഞാർ MLA എന്ന നിലയിൽ ആ ചടങ്ങിൽ ഞാൻ അധ്യക്ഷത വഹിക്കും. പത്തനംതിട്ട MP ശ്രീ ആൻറ്റോ ആൻ്റണി മുഖ്യപ്രഭാഷണം നടത്തും. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിജയമ്മ വിജയലാൽ സ്വാഗതം ആശംസിക്കും. പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ 6200 കുടുംബങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നും MLA കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ വിജയലാൽ, സംഘാടക സമിതി ജനറൽ കൺവീനർ KK ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി കോട്ടയത്ത് സർവമത സമ്മേളനം നടത്തുന്നു. ഇതിന്റെ ഭാഗമായി കോട്ടയം SPCS ഹാളിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി ഫെബ്രുവരി 3-ാം വാരം കോട്ടയത്ത് സംസ്ഥാന സർക്കാർ സർവമത സമ്മേളനം നടത്തുന്നു. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് സമ്മേളനം. സർവമത സമ്മേളനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് SPCS ഹാളിൽ ചേർന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. മതത്തിന്റെ പേരിലും വംശീയതയുടെ പേരിലും ദേശീയ തലത്തിലും ആഗോളതലത്തിലും അസ്വസ്ഥതകൾ ഉയർന്നുവരുന്ന കാലത്ത് സർവമത സമ്മേളനത്തിനും ഗുരുവിന്റെ വാക്കുകൾക്കും വലിയ പ്രാധാന്യമാണുള്ളതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ളത് എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു സർവമത സമ്മേളനത്തിലേക്ക് ഗുരു എത്തിച്ചേർന്നത്. ആ സർവമത സമ്മേളനത്തിന്റെ പ്രത്യാഘാതങ്ങൾ പിന്നീട് വലിയ രൂപത്തിൽ രാജ്യത്ത് മൊത്തം അലയടിച്ചുയർന്നത് നമുക്കറിയാം. വർത്തമാന കാലഘട്ടത്തിൽ ആ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളിലേക്ക് കടക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വൈര്യങ്ങൾ ഉയർന്ന് അസ്വസ്ഥതയുടെ അന്തരീക്ഷങ്ങൾ ഉയർന്നു വരുന്നു. ആഗോളതലത്തിലായിരുന്നാലും ദേശീയ തലത്തിലായിരുന്നാലും. സംസ്ഥാന തലത്തിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 14-ന് ചെമ്പഴന്തിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതിന്റെ തുടർച്ചയായാണ് എല്ലാ ജില്ലകളിലും സർവമത സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. യോഗത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ദർശന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഫാദർ എമിൽ കുരിക്കാട്ടിൽ, SNDP യൂണിയൻ പ്രസിഡന്റ് P മധു, B ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഈ മാസം 9-ന് കോട്ടയം ജില്ലയിൽ എത്തും. കോട്ടയം തിരുനക്കരയിലാണ് പൊതുസമ്മേളനം. കോട്ടയത്ത് നിന്നും സംക്രാന്തി വരെ BJP അധ്യക്ഷനും പ്രവർത്തകരും പദയാത്ര നടത്തും.
BJP സർക്കാർ നടപ്പാക്കിയ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഉയർത്തിയാണ് BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പദയാത്ര നയിക്കുന്നത്. 9 വൈകുന്നേരം 3 മണിക്ക് തിരുനക്കരയിൽ പൊതുയോഗം നടക്കും. ശേഷം സംസ്ഥാന അധ്യക്ഷൻ സംക്രാന്തിയിലേക്ക് 5 കിലോമീറ്റർ ദൂരം പദയാത്ര നടത്തും. ഇടത് വലതു മുന്നണികളുടെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടി നടത്തുന്ന പദയാത്ര വലിയ തരംഗമാകുമെന്നും നിരവധി ആളുകളാണ് BJPയിലേക്ക് ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നതെന്നും പദയാത്രയുടെ പരിപാടികൾ വിശദീകരിച്ച ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യവുമായി സംസ്ഥാനത്തെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും പദയാത്ര സംഘടിപ്പിക്കുന്നു. ആ പദയാത്രയുടെ ഭാഗമായി കോട്ടയം ജില്ലയിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഫെബ്രുവരി 9-ന് പദയാത്ര എത്തുകയാണ്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ സാധാരണ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവരോട് വിവരിക്കുന്നതിനും അവരെ നേരിട്ട് ഇത്തവണ കോട്ടയം മണ്ഡലം NDAക്ക് ഒപ്പമാകുമെന്ന് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. കോട്ടയം സീറ്റിനായി BDJS ഇതിനോടകം അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ആർക്കാണ് സീറ്റ് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പദയാത്ര കോട്ടയത്തെത്തുമ്പോൾ ഇക്കാര്യത്തിൽ ധാരണയുണ്ടായേക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാഴൂർ ഈസ്റ്റ് ഏതൻ പബ്ലിക് സ്കൂളിന്റെ സിൽവർ ജൂബിലി സമാപനവും സ്കൂൾ വാർഷികവും ശനിയാഴ്ച നടക്കും. ജൂബിലി സമാപന സമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും. വാഴൂർ ഈസ്റ്റ് ഏതൻ പബ്ലിക് സ്കൂളിൽ സിൽവർ ജൂബിലി സമാപനവും സ്കൂൾ വാർഷികവും ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കും. ജൂബിലി സമാപന സമ്മേളനം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR ഷാജിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ മനുസ്ക്രിപ്റ്റ് മാസികയുടെ പ്രകാശനം ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് നിർവഹിക്കും. PTA കമ്മിറ്റിയും കുട്ടികളും ചേർന്ന് നിർമ്മിച്ചു നൽകുന്നതും മറ്റാശ്രയമില്ലാത്ത ഒരു കുടുംബത്തിന് നൽകുന്നതുമായ കടയുടെ താക്കോൽദാനം ആന്റോ ആന്റണി MP നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. സ്കൂള് തുടങ്ങിയിട്ട് 25 വർഷമാകുന്നു. 25 വർഷം പൂർത്തിയായതിൻ്റെ സമ്മേളനവും അതിനോടനുബന്ധിച്ച് ഒരു ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിന്, ഒരു മക്കളില്ലാത്തവരാണ്, അവർക്ക് ഒരു കട തുടങ്ങാൻ വേണ്ട ഏർപ്പാട് സാധനങ്ങളും കടയെല്ലാം കൂടെ കുട്ടികൾ കൊടുക്കുന്നുണ്ട്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ്. 2020 വർഷം 5 ദേശീയ മെറിറ്റ് അവാർഡ് കരസ്ഥമാക്കിയ സ്കൂൾ 2020-21 വർഷം 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും ഡിസ്റ്റിങ്ഷനോടുകൂടി വിജയിച്ചു. 2002 വർഷം മുതൽ പ്രഖ്യാപിത ഇക്കോ ഫ്രണ്ട്ലി സ്കൂളായ ഏതൻ പ്രകൃതിയുമായി ഇണങ്ങിയ അന്തരീക്ഷത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, കോളപാനീയങ്ങൾ, ജങ്ക് ഫുഡ് ഇവയും പുകവലിയും മയക്കുമരുന്ന് ഇവ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ കുട്ടികൾ തനിയെ ചലച്ചിത്രം നിർമ്മിച്ചത് ഇവിടെയാണ്. കേരള നിയമസഭയിൽ മന്ത്രിമാർക്കും MLA-മാർക്കും മുമ്പാകെ ചലച്ചിത്രം പ്രദർശിപ്പിക്കാൻ സാധിച്ചതും ഏതൻ പബ്ലിക് സ്കൂളിന് മാത്രമാണ്. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ടോം തോമസ്, പ്രിൻസിപ്പൽ മഞ്ജുള മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം സംബന്ധിച്ച CBI അന്വേഷണം സർക്കാർ എതിർക്കുന്നത് പോലീസിനെ സംരക്ഷിക്കാനെന്ന് UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. കേരള പോലീസിന്റെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമായി മാത്രം കേരളത്തിൽ നടക്കുന്നതിനാലും പോലീസിന്റെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടതിനാലുമാണ് CBI അന്വേഷണം മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നും പറഞ്ഞ് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചപ്പോൾ കേരള സർക്കാർ അന്വേഷണം തൃപ്തികരമാണെന്നും CBI അന്വേഷണം ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ മാതാപിതാക്കളുടെ ഹർജി എതിർത്തത് ദുരൂഹതയുണ്ട്. മാത്രമല്ല, മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം CBI അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, കേരള പോലീസിന്റെ അന്വേഷണങ്ങളൊക്കെ ഇന്ന് വെറും രാഷ്ട്രീയ പ്രേരിതമായ പ്രഹസന അന്വേഷണങ്ങളായി മാറിയിരിക്കുന്നു എന്നതിനാലും അതോടൊപ്പം തന്നെ പോലീസിന്റെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവുമാണ് മാതാപിതാക്കൾ CBI അന്വേഷണം ആവശ്യപ്പെടാൻ കാരണം. സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്നത് പോലീസിനെ സംരക്ഷിക്കാനാണെന്നും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്.
ചിറക്കടവ് തകടിഭാഗം ശ്രീഭൂതവിലാസം ഭജന സമിതിയുടെ വാർഷികാഘോഷവും പൊതുസമ്മേളനവും നടന്നു. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അറിയിപ്പ്: കേന്ദ്ര സർക്കാർ സംരംഭമായ വിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന മോണ്ടിസോറി പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകളിലേക്ക് ഡിഗ്രി, +2, SSLC യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ 7994 449314. ജവഹർ നവോദയ വിദ്യാലയത്തിൽ 9-ന് 11 ക്ലാസുകളിൽ ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ 10-ന് കോട്ടയം ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടക്കും. അപേക്ഷകർ അന്നേ ദിവസം രാവിലെ 10-ന് അഡ്മിറ്റ് കാർഡുമായി എത്തണം. navodaya.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഫോൺ 9846245252. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഏറ്റുമാനൂർ പ്രാദേശിക കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ പാർട്ട് ടൈം സ്വീപ്പർ കം ഹെൽപ്പറുടെ ഒരൊഴിവുണ്ട്. വാക്കിംഗ് ഇന്റർവ്യൂ 11-ാം തീയതി പകൽ 10:30-ന്. പ്രായം 45 വയസ്സ് കവിയരുത്. യോഗ്യത 10-ാം ക്ലാസ്. താൽപ്പര്യമുള്ളവർ പ്രായം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പ്രാദേശിക കേന്ദ്രത്തിൽ എത്തണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോട്ടയത്ത് 3 മുന്നണികളും പങ്കെടുത്ത മുഖാമുഖം. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടത് വലത് മുന്നണികൾ. മോഡി ഗ്യാരണ്ടി ചർച്ചയാകുമെന്ന് BJP. കേന്ദ്ര സർക്കാരിന്റെ വ്യാപാരദ്രോഹ നയങ്ങൾ തിരുത്തണമെന്നാവശ്യം. ചില്ലറ വ്യാപാര മേഖലയെ തകർക്കുന്നു. കേരള വ്യാപാരി വ്യവസായി സമിതി കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. ജൽജീവൻ മിഷൻ പാറത്തോട് ശുദ്ധജല വിതരണ പദ്ധതി നിർമ്മാണ ഉദ്ഘാടനം ശനിയാഴ്ച. 6200 കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.